ഒരു കൈപ്പിഴ പറ്റിയെന്നും പറഞ്ഞ് അമേരിക്ക ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും 168 പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണത്തിനിടയാക്കിയ ഒരാക്രമണം അതിൽ പൊറുക്കാനും കൈകൊടുക്കാനും ഇറാന് മനസ്സില്ല, തയ്യാറല്ല. അതിന് കാരണക്കാരായ 2 അമേരിക്കൻ കമാൻഡർമാരെ തീർക്കാൻ ഇറാൻ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. അതായത് ഇറാനിലെ മിനാബിൽ സ്കൂളിൽ ഫെബ്രുവരി 28 നടന്ന ആക്രമണം അതിഭീകരമായിരുന്നു. അത് നടത്തിയ US നാവിക ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ, ചിത്രങ്ങൾ അടക്കം പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. 168 കുട്ടികളുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരുടെ പേരും ചിത്രവും എക്സിലൂടെയാണ് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. USS സ്പ്രുവാൻസിലെ കമാൻഡർ ലൈയാർ ടേറ്റ്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ ജെഫ്രി ഇയോർക്ക് എന്നിവരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇറാൻ പറയുന്നത്. മിനാബിലെ സ്കൂളിൽ 168 നിഷ്കളങ്കരായ കുട്ടികളുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന് നിർദ്ദേശം നൽകിയത് ഈ പറയുന്ന 2 ഉദ്യോഗസ്ഥരാണ്. ഇവരുടെ നിർദ്ദേശപ്രകാരം 3 ടോമാഹോക്ക് മിസൈലുകളാണ് മിനാബിലെ സ്കൂളിന് നേരെ തൊടുത്തുവിട്ടതെന്നും ഇറാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് മുതലും പലിശയും കൂട്ടി മറുപടി നൽകുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. അതായത് ഈ ലോകത്തെ തന്നെ കണ്ണീരണിയിച്ചുകൊണ്ട് പൊട്ടിക്കരയിപ്പിച്ചുകൊണ്ട് എന്ന് തന്നെ പറയാം, അങ്ങനെ ഒരു സംഭവമാണ് നടന്നത്. മിനാബിലെ ഷജറെ തൊയ്ബ ഗേൾസ് സ്കൂളിൽ ഫെബ്രുവരി 28 അമേരിക്ക ഈ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 168 പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ 175 പേരായിരുന്നു അവിടെ തൽക്ഷണം കൊല്ലപ്പെട്ടത്. സ്കൂളിന് നേരെ നടന്നത് ആസൂത്രിതമായ ആക്രമണമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ജനീവയിൽ നടത്തിയ ചർച്ചയിലും എല്ലാവരോടും വളരെ വ്യക്തമായി പറഞ്ഞു. എന്നാൽ സ്കൂളിന് നേരെ നടന്ന ആക്രമണം ഒരു പിഴവാണ് എന്നായിരുന്നു US സൈനിക അന്വേഷണ റിപ്പോർട്ട് പശ്ചാത്തപിക്കുന്നത്. പഴയ മാപ്പിംഗ് ഡാറ്റ ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയത്. ഇതിൽ പിഴവ് സംഭവിച്ചു. ലക്ഷ്യസ്ഥാനം നിർണയിക്കുന്നതിലും അപാകത സംഭവിച്ചു. സ്കൂളിന് തൊട്ടടുത്തുള്ള ഇറാനിയൻ സൈനിക താവളമായിരുന്നു ലക്ഷ്യം വെച്ചതെന്നും എന്നാൽ ഉന്നം പിഴക്കുകയായിരുന്നുവെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ ഉന്നം പിഴച്ച് പാവം കുഞ്ഞുങ്ങളെ കൊന്നു തീർത്തിട്ട് അവസാനം പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ലെന്നും ഉത്തരവാദികളെ തീർക്കുക തന്നെ ചെയ്യുമെന്നും ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. നേരത്തെ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഈ ആക്രമണത്തിന് പിന്നിൽ ഇറാൻ തന്നെയാണെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. ഇറാന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ആസൂത്രിതമായ അദ്ദേഹത്തിന്റെ നീക്കം, ഇറാന്റെ കൈവശമുള്ള ആയുധങ്ങൾ കൃത്യതയില്ലാത്തത് കൊണ്ടാണ്, അത് അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ട്രംപ് ഈ പച്ചക്കള്ളം പറഞ്ഞത്. പക്ഷേ കുട്ടികളുടെ ചോരയ്ക്ക് പകരം ചോദിക്കും എന്നായതോടെ അമേരിക്ക അല്പം പരുങ്ങലിലാണ്. കാരണം ഈ ലോകം വിതുമ്പിയ ഒരു കാട്ടാള നടപടിക്കെതിരെയാണ് പ്രതികാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയും ട്രംപും പേടിച്ചേ മതിയാകും.